ഇത് പോലീസ് തെളിയിച്ച് കുറ്റപത്രം സമർപ്പിച്ച് കുന്നമംഗലം കോടതിയിൽ വിചാരണ തുടങ്ങാനിരിക്കുന്ന സമയത്താണ് ഹൈക്കോടതി സ്റ്റേ ചെയ്ത് നോട്ടീസ് വന്നതിന് ശേഷമാണ് നമ്മൾ പോലും അറിയുന്നത്. അത് ഡോക്ടേഴ്സ് നിരപരാധികളാണ്. അത് സ്കാനിങ്ങിൽ MRI സ്കാനിങ് തെളിവായിട്ട് പറഞ്ഞത് അതിലൊന്നും പറയാൻ കഴിയൂല എന്നുള്ള ആരോഗ്യ വകുപ്പിൻ്റെ ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞതാണ് ഞങ്ങൾ നിരപരാധികളാണെന്ന് പറഞ്ഞു. നമ്മളെ വാദം കേൾക്കാൻ പോലും തയ്യാറാവാതെ നമുക്ക് വേണ്ടി പ്രോസിക്യൂഷൻ ഹാജരായത് പോലുമില്ല. അങ്ങനെയാണ് അവിടെ സ്റ്റേ ആയി നിൽക്കുന്നത്. ഇപ്പോൾ ഡോക്ടേഴ്സാണ് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി. നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല, നമ്മളെ വാദം കേൾക്കാൻ അവിടെ ആരും ഉണ്ടായിട്ടില്ല, പറയാനും ആരും ഉണ്ടായിട്ടില്ല. ഡോക്ടർമാർക്ക് അനുകൂലമായിട്ട് സർക്കാർ റിപ്പോർട്ട് കൊടുത്തു ഹൈക്കോടതിയിൽ, അങ്ങനെ സംഭവിച്ചാണോ? അതെ, പ്രോസിക്യൂട്ടറായിരുന്നു നമുക്ക് വേണ്ടി ഹാജരാവേണ്ടിയിരുന്നത്. പക്ഷേ നമുക്ക് വേണ്ടി അവിടെ ഹാജരായ അവിടെ ഒരു വാദം നടന്നോന്ന് പോലും നമുക്ക് സംശയമുണ്ട്. കാരണം അവിടെ ഒരു വാദം നടന്നിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയും തെളിവുള്ള കേസുകളിൽ ഒരിക്കലും ഒരു സ്റ്റേ അവിടെ കിട്ടൂലായിരുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അത് ഹർഷിനെ കക്ഷി ചേർക്കാതെയാണോ ഹൈക്കോടതിയിൽ വിധി വന്നത്? നിങ്ങൾ കക്ഷി ചേർത്തില്ലായിരുന്നോ? ഞാൻ കക്ഷിയാണ്, പക്ഷേ നമ്മളെ വാദം കേൾക്കാൻ ഒരു അവസരം നമുക്ക് കിട്ടിയില്ല. അതിൻ്റെ മുന്നേ തന്നെ സ്റ്റേ ആയിട്ട് നമുക്ക് നോട്ടീസ് വന്നു, ഇങ്ങനെ ഹൈക്കോടതിയിൽ സ്റ്റേ ആയി. അത് അപ്പോൾ മാത്രമാണ് നമ്മൾ പോലും അറിയുന്നത് സ്റ്റേ ആയി എന്നുള്ള കാര്യം. സർക്കാർ ഇതുവരെ എന്ത് സഹായമാണ് നൽകിയത് ഇഷ്യൂ വന്ന ശേഷം? എന്നും ഹർഷിനാൻ്റെ കൂടെയുണ്ട് എന്നുള്ള വാക്കുകൾ മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരേണ്ടായ സഹായം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു 2 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. നമ്മൾ ഇത്രയും കാലം 5 വർഷം വയറിനുള്ളിൽ നിന്നും അത്രയും കാലം പല തരത്തിലുള്ള ചികിത്സകൾ അതിനെടുത്തതിന് ശേഷം ഒരുപാട് നരകയാതന അനുഭവിക്കുന്ന അത്രയും വലിയ സർജറികളും അതിനുശേഷം വീണ്ടും സർജറികളും ഇപ്പോഴും തുടരുന്ന ചികിത്സകളും ഇനി ഒരു പക്ഷേ മരണം വരെ തുടരേണ്ടി വരുന്ന ചികിത്സകൾക്കും പരിഹാരമായിട്ടാണ് 2 ലക്ഷം രൂപ ആരോഗ്യമന്ത്രി സമരപ്പന്തൽ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് ഹർഷിനക്ക് പരിഹാരം ഉണ്ടാകും, ഇത്രയും വലിയ വേദന അനുഭവിച്ച ഒരാൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അത്രയും ഉറപ്പ് തന്ന് 15 ദിവസത്തിനുള്ളിൽ പരിഹാരം പറഞ്ഞു പോയ ഒരാളാണ്. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത സമരത്തിന് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞു വന്നത്. അതൊരിക്കലും നമുക്ക് പര്യാപ്തമല്ല. നമ്മളെ നഷ്ടങ്ങൾക്ക് ഒരു തരത്തിലും ഒരു പരിഹാരമാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമ്മളത് പോരാന്ന് പറഞ്ഞു, നമ്മൾ വാങ്ങിയിട്ടില്ല. പിന്നെ ഇതുവരെ ഒരു തരത്തിലുള്ള അനുകൂലനോ നമുക്ക് ഉണ്ടായിട്ടില്ല. നമുക്കൊരു പരിഹാരം വേണം. ഇതുവരെ 4.5 വർഷമായി ഇപ്പം നീതിക്ക് വേണ്ടി തെരുവിലാണ്. 8 വർഷത്തോളമായി ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഹൈക്കോടതിയിലുള്ള കേസിൽ പ്രോസിക്യൂഷൻ ഇടപെടുന്നില്ല. കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രോസിക്യൂട്ടറാണ് നമുക്ക് വേണ്ടി അവിടെ വാദം വരേണ്ടത്. അപ്പോൾ അവിടെ ഇല്ല. തൽക്കാലം എന്നിട്ട് നമ്മളിപ്പോൾ പൈസ കൊടുത്ത് വക്കീലിനെ വെച്ച് ചെയ്യിപ്പിക്കേണ്ട അവസ്ഥയിലുള്ളത്. പിന്നെ ഇത് ചെയ്ത ആളുകളെ കുറ്റം അത്രയും കൃത്യമായി പോലീസ് തെളിയിച്ചു കഴിഞ്ഞതാണ്. അത്രയും ഒരുപാട് തെളിവുകളോട് കൂടി അത്രയും സാക്ഷിമൊഴികളോട് കൂടി തെളിയിച്ച ഒരു കാര്യം ഒന്ന് ഓപ്പൺ ചെയ്ത് അതൊന്ന് വാദം കേൾക്കാൻ ഉള്ള ഒരു അവസരം പോലും ഇല്ലാതെ അത് സ്റ്റേ ചെയ്യാമെന്ന് പറയുമ്പോൾ അത്രയും വ്യക്തമായ തെളിവുള്ള ഒരു കാര്യമാണ് സ്റ്റേ ചെയ്യുന്നത്. നമ്മളെ വാദം പോലും കേൾക്കാൻ തയ്യാറാകാതെ. തീർച്ചയായും അതിലൊരു സംശയവുമില്ല. അത്രയധികം വലിയൊരു ചതിയെന്ന് തന്നെ പറയാം. നമ്മൾ ഇത്രയും ദുരനുഭവം ഇപ്പോഴും തുടരുന്ന ഈ ഒരു ഫ്രെയിം മാത്രമേ ഉള്ളൂ. ഞാൻ അത്രയും വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് പല തരത്തിലുള്ള സാമ്പത്തികമായിട്ട് നമ്മൾ ആകെ തളർന്നു, ശാരീരികമായി അതിനേറെ തളർന്നു. പിന്നെ ചെറിയ 3 മക്കളെയും ഈ ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരു തരത്തിലുള്ള ഒരു സഹായം ഇന്ന് വരെ ചെയ്യാൻ കഴിയാതെ പിന്നെ എന്തിനാണ് ഇത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സംഭവിച്ചാന്നുള്ളതിന് യാതൊരു സംശയം ആർക്കുമില്ല. ആരോഗ്യമന്ത്രിക്കല്ലാതെ വേറൊരാൾക്കും ഇതുവരെ സംശയമില്ല. എല്ലാതരം റിപ്പോർട്ടുകളും പുറത്തു വന്നു. ആരോഗ്യവകുപ്പ് അന്വേഷിച്ച എല്ലാ റിപ്പോർട്ടുകളിലും നമുക്ക് പ്രതികൂലമായിട്ടാണ് റിപ്പോർട്ട് വന്നത്. പക്ഷേ പോലീസ് അത്രയും കൃത്യമായി വ്യക്തമായി തെളിയിച്ചിട്ട് പോലും ആരോഗ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പിനും ഇതുവരെ കാര്യം പിടികിട്ടിയിട്ടുമില്ല. അവരൊരു തരത്തിലുള്ള നഷ്ടപരിഹാരം അല്ലെങ്കിൽ ഇതിനൊരു പ്രതിവിധി കാണൂല എന്നുള്ളൊരു വാശിയിലും തന്നെ പറയാം. ഇത്രയും വർഷങ്ങളായിട്ടും എന്തുകൊണ്ട് അവർക്കൊരു പരിഹാരം ഏതെങ്കിലും തരത്തിലൊരു തുടർ ചികിത്സക്കെങ്കിലും ഒരു സഹായം എന്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കത്രിക വയറ്റിൽ എടുത്തു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 5 വർഷം വയറ്റിൽ കിടന്നു എന്നുള്ളതിന് സംശയമില്ല. പിന്നെ ഒരു തുടർ ചികിത്സക്ക് എന്താ ഇവർക്ക് ഇത്ര തടസ്സം? എന്ത് കാര്യം ഒരു ന്യായം എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞിട്ട് ഹർഷിനെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയൂല എന്ന് തുറന്ന് പറയാനുള്ള മനസ്സെങ്കിലും ആരോഗ്യവകുപ്പോ ആരോഗ്യമന്ത്രിയോ കാണിക്കേണ്ടിയിരുന്നു. അല്ലാതെ നേരത്തോട് നേരം ആര് ചോദിച്ചാലും എപ്പം ചോദിച്ചാലും ഹർഷിനൻ്റെ കൂടെ സർക്കാർ ഹർഷിനൻ്റെ കൂടെ ഉണ്ണുമ്പോൾ ഉറങ്ങുമ്പോൾ നേരത്തോട് നേരം ഹർഷിനൻ്റെ കൂടെ വാക്കുകളിൽ പിന്നെ ആരെ തരും ഞങ്ങൾക്ക് നീതി? ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് വന്ന ഇത്രയും വലിയൊരു പിഴവിന്
ആര് തരും ഞങ്ങൾക്ക് നീതി എന്നുള്ളതാണ്. അല്ലെങ്കിൽ മന്ത്രി വന്ന് പറയണം ആര് തരണം ആര് തരണം. കോടതിയിൽ പോയിക്കൂടെ എന്ന് ചോദിക്കുന്ന ആളുകൾ. നമ്മൾ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ഒരു കോടതിനെ വിമർശിക്കുകയല്ല ഒരിക്കലും. പക്ഷേ കോടതിയിൽ ഒരു കേസ് പരിഹാരമായി വരണമെങ്കിൽ എത്ര കാലതാമസം എടുക്കും? നമ്മൾക്കിപ്പോൾ സാമ്പത്തികമായ ആവശ്യമുള്ളപ്പോൾ തുടർ ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചികിത്സകൾക്ക് പണമില്ലാതെ ഹോസ്പിറ്റലിൽ പോകാതെ വേദന സഹിച്ച് ഒരുപാട് ദിവസം ഞാൻ വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ തുടർ ചികിത്സക്ക് പോലും പോകാൻ കഴിയാത്തൊരവസരത്തിൽ നമുക്കെന്നോ അല്ലെങ്കിൽ ഞാൻ മരിച്ചിട്ട് വിധി ആണ് വരുന്നതെങ്കിൽ അതിലെന്താ ഒരു കാര്യം? അപ്പോൾ ഇപ്പം ഞാൻ നടക്കുന്ന ഇത്രയും ബുദ്ധിമുട്ടും പ്രയാസം കണ്ടറിഞ്ഞിട്ട് ഇപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറ് തന്ന 1 ലക്ഷം രൂപ കൊണ്ടാണ് ഇപ്പോൾ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ഇപ്പോൾ കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ അറിയാലോ, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് പോകുന്നത്, അവിടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിലവുകൾ. അപ്പോൾ അത്രയും പ്രയാസപ്പെട്ട് നിൽക്കുന്ന നമ്മളെ ഒരു സഹായിക്കാനോ കാണാനോ തയ്യാറാകാതെ നേരത്തോട് നേരം ഹർഷിനൻ്റെ കൂടെയാണ് എന്ന് പറയുന്നതിൽ സാധാരണ അന്നം കഴിക്കുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാവുമല്ലോ നമ്മളെ കൂടെയാണോ അല്ലെങ്കിൽ നമ്മളെ വാക്കുകളിൽ മാത്രമാണോ എന്നുള്ള കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.